Good morning, all. Good morning. Good morning, good morning. Okay, തുടങ്ങാം നമുക്ക്. ഓക്കെ, നമ്മൾ എടുത്ത് നിർത്തിയത് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നമ്മൾ ഓക്കെ ഇനി എടുക്കാനുള്ളത് റോൾ ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ വർക്കുകൾ, റോൾ എന്താണെന്ന്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് അഡ്വക്കേറ്റ്. എന്താണ് അഡ്വക്കേറ്റ് നോക്കാം. ദ പബ്ലിക് റിലേഷൻ. എല്ലാവർക്കും നമുക്ക് കേൾക്കാൻ പറ്റണില്ലേ? മ്യൂട്ട് ചെയ്യണോ? ഓക്കെ, അഡ്വക്കേറ്റ് എന്താ? The public relations manager is the chief advocate for the company. He has to concentrate all energy on building an organization. He is spokesperson for management. എന്താ നമ്മൾ പറഞ്ഞു? പബ്ലിക് റിലേഷൻസിന്റെ റോൾ ആണ്. അതിൽ മെയിൻ ആയിട്ട് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് എന്താ? പബ്ലിക് റിലേഷൻസിന്റെ ഈ കമ്പനിയുടെ മെയിൻ അഭിഭാഷകൻ, ചീഫ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് ആരാ? പബ്ലിക് റിലേഷൻസ് മാനേജർ ആണ്. പബ്ലിക് റിലേഷൻ മാനേജർ ആണ് ഈ ഒരു കമ്പനിയുടെ ചീഫ് അഡ്വക്കേറ്റ് ഫോർ ദ കമ്പനി എന്ന് പറയുന്നത്. ചീഫ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്, മുഖ്യ അഭിഭാഷകൻ എന്ന് പറയുന്നത് പബ്ലിക് റിലേഷൻസ് മാനേജർ ആണ്. പിന്നെന്താ പറഞ്ഞേ? ഹി ഹാസ് ടു കോൺസെൻട്രേറ്റ് ഓൾ എനർജി എന്ന് വെച്ചാൽ എന്താ? ഒരു സംഘടന കെട്ടിപ്പടുക്കുന്നതിന്, ഈ ഒരു ഓർഗനൈസേഷൻ, ആ ഒരു ഹോസ്പിറ്റലിന്റെ എന്തായാലും അതൊരു ആ ഒരു ഓർഗനൈസേഷൻ കെട്ടിപ്പടുക്കാനായിട്ട്, ഉയർത്തെടുക്കാനായിട്ട് എല്ലാ എനർജികളും കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓക്കെ, ഹി സ്പോക്ക് പേഴ്സൺ ഫോർ മാനേജ്മെന്റ്. അദ്ദേഹം മാനേജ്മെന്റിന്റെ ആ ഒരു വക്താവാണ് അഡ്വക്കേറ്റ്, അല്ലെ? അപ്പൊ ഈ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് ആരെയാണ് നമ്മൾ അഡ്വക്കേറ്റ് എന്ന് പറയണേ? ആരെയാണ്? ആ ഹോസ്പിറ്റലിന്റെ ഒരു പബ്ലിക് റിലേഷൻസ് മാനേജർ ആണ് ചീഫ് അഡ്വക്കേറ്റ് ഫോർ ദ കമ്പനി. കമ്പനി എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ. ആ ഒരു ഹോസ്പിറ്റലിന്റെ മെയിൻ ചീഫ് അഡ്വക്കേറ്റ് ആണ് നമ്മുടെ പബ്ലിക് റിലേഷൻ മാനേജർ. അദ്ദേഹം ഒരുപാട് എനർജി എടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഓർഗനൈസേഷൻ കെട്ടിപ്പടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അദ്ദേഹത്തിന് ഹി ഈസ് ദ സ്പോക്ക് പേഴ്സൺ ഫോർ മാനേജ്മെന്റ്. ആ മാനേജ്മെന്റിന്റെ ഒരു സ്പോക്ക് പേഴ്സൺ ആണ്, ഒരു മെയിൻ ആയ ഒരു വക്താവാണ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും അണ്ടർലൈൻ ചെയ്തിടാ. ഹി ഈസ് ദ സ്പോക്ക് പേഴ്സൺ. ആരാണ് സ്പോക്ക് പേഴ്സൺ? അഡ്വക്കേറ്റ്. ആരാണ് സ്പോക്ക് പേഴ്സൺ? അഡ്വക്കേറ്റ്. ഈ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് ആരാ? നമ്മുടെ പബ്ലിക് റിലേഷൻസിന്റെ മാനേജർ ഈസ് ദ ചീഫ് അഡ്വക്കേറ്റ് ഫോർ ദ കമ്പനി. അതും അണ്ടർലൈൻ ചെയ്തിടാ. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? അദ്ദേഹത്തിന്റെ ഫുൾ എനർജി എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഓർഗനൈസേഷൻ കെട്ടിപ്പടുക്കുന്നത്. നെക്സ്റ്റ് കമ്മ്യൂണിക്കേറ്റർ. കമ്മ്യൂണിക്കേറ്റർ എന്താ? നമ്മള് ആശയവിനിമയം ചെയ്യണ അവര്. അതെന്താന്ന് നോക്കിയാ കമ്മ്യൂണിക്കേറ്റർ. അതിന് പബ്ലിക് റിലേഷൻസിന് എന്താ പറയണേ? റോൾ എന്താണ്? ഇപ്പൊ അഡ്വക്കേറ്റിന്റെ റോള് മെയിൻ ആയിട്ട് ചീഫ് അഡ്വക്കേറ്റ് ആയിട്ട് നമ്മുടെ പബ്ലിക് റിലേഷൻ മാനേജർ പ്രവർത്തിക്കും.
അദ്ദേഹം ഫുൾ എനർജി എടുത്ത് ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്തുണ്ടാക്കി. പിന്നെ കമ്മ്യൂണിക്കേറ്റർ ആവും. അത് റോളാണ് നമ്മൾ പഠിക്കുന്നത്. പബ്ലിക് റിലേഷൻസിന്റെ റോളാണ്, മെയിൻ റോളുകളാണ് പഠിക്കുന്നത്. അപ്പൊ അതിൽ കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് എന്താ അയാളുടെ റോള്? ദ പബ്ലിക് റിലേഷൻസ് മാനേജ് ക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ പോളിസീസ് ആൻഡ് സൂപ്പർവൈസസ് ദ ഡെവലപ്മെന്റ് ഓഫ് ഓൾ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ന്യൂസ് റിലീസസ് ഫോർ ദ കമ്പനി. എന്താ പറഞ്ഞേ? നല്ല പത്രപ്രവർത്തനം എന്നിവ അദ്ദേഹത്തിന്റെ ഒരു ഇതാണ്. അതാണ് പറഞ്ഞത് ന്യൂസ് റിലീസ് ചെയ്യുന്നത്. പബ്ലിക് റിലേഷൻസ് മാനേജ് ക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ. എന്താ ക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയണേ? എന്താ പറഞ്ഞേ? പബ്ലിക് റിലേഷൻ ക്രാഫ്റ്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഓരോ കരകൗശലങ്ങൾ ചെയ്യില്ല, വർക്ക് ചെയ്യണത്. അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻസിന്റെ പോളിസി എന്ന് വെച്ചാല് പബ്ലിക് റിലേഷൻസിന്റെ കരകൗശല ആശയവിനിമയങ്ങൾ നിയന്ത്രിക്കുകയും അദ്ദേഹത്തിന്റെ കരകൗശലം, അദ്ദേഹത്തിനുള്ള ആ ഒരു ഹോസ്പിറ്റൽ കെട്ടിപ്പടുക്കാനായിട്ട് നമ്മൾ പറഞ്ഞു അദ്ദേഹം ചീഫ് അഡ്വക്കേറ്റ് ആയിട്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഫുൾ എനർജി ഉപയോഗിച്ച് അത് കെട്ടിപ്പടുക്കാനായിട്ട് ഹോസ്പിറ്റലിന്റെ ഫുള്ള് കൺട്രോളും ആരും കീഴില്ല ഈ പബ്ലിക് റിലേഷൻസിന്റെയാണ്. അപ്പൊ അയാൾ അവിടെ പല കരകൗശല ഇതും ഉപയോഗിച്ചിട്ടാണ് അയാൾ അവിടെ ബിൽഡ് ചെയ്യണത്. അപ്പൊ ഈ ക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ നയം ഉപയോഗിച്ചിട്ടാണ്. അദ്ദേഹം എന്ത് നയം ഉപയോഗിച്ചിട്ടാ? എന്ത് നയോ? ഈ കരകൗശല ആശയവിനിമയ നയങ്ങൾ ഉപയോഗിച്ച് അതിനെ നിയന്ത്രിക്കുകയും കമ്പനിയുടെ എല്ലാ പ്രസ്താവനയുടെ വികസനത്തിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു. അതാണ് കമ്മ്യൂണിക്കേറ്റർ ചെയ്യുന്നത്. അപ്പൊ ഈ കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് അയാൾ എങ്ങനെ ചെയ്യണേ? ക്രാഫ്റ്റ് അണ്ടർലൈൻ ചെയ്തിടാം. ക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ പോളിസി ഉണ്ടാക്കിയിട്ട് അതിനെ സൂപ്പർവൈസ് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യും, അങ്ങനെ വലുതാക്കി ഡെവലപ്പ് ചെയ്യുകയും ഓൾ സ്റ്റേറ്റ്മെന്റ് ന്യൂസ് റിലീസസ് ഫോർ ദ കമ്പനി. നല്ല പത്രപ്രവർത്തനം എന്നിവയ്ക്ക് ഉള്ള ആ ഒരു പത്രപ്രവർത്തനങ്ങള് എന്താ? സ്റ്റേറ്റ്മെന്റ്, അതിനുള്ള ആ ഒരു ന്യൂസ് എന്ന് വെച്ചാൽ നമ്മുടെ പേപ്പർ റിലീസ് ചെയ്യണത്, പത്രപ്രവർത്തനം റിലീസ് ചെയ്യാനുള്ള ആ കമ്പനി ചെയ്യുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. പിന്നെന്താ? അദ്ദേഹത്തിന്റെ ആശയവിനിമയങ്ങൾ, അദ്ദേഹത്തിന്റെ ഉള്ള ആ ഒരു കോൺഫിഡന്റ്, ആ ഹോസ്പിറ്റൽ കെട്ടിപ്പടുക്കാനായിട്ട് അദ്ദേഹം എടുത്ത ആ ഒരു കോൺഫിഡന്റ്, അതിന്റെ ആശയങ്ങൾ അതൊക്കെ വികസിപ്പിക്കുക, ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ സൂപ്പർവൈസ് ചെയ്യുക. അതെങ്ങനെയാണ് സൂപ്പർവൈസ് ചെയ്യണേ? ക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ പോളിസി ഉപയോഗിച്ച്. അയാളുടെ നയമാണ് ക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ പറയുന്നത്. ഓക്കെ, കരകൗശല ആശയവിനിമയത്തിലൂടെയാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെന്താ പറഞ്ഞത്? സോഷ്യോളജി, സൈക്കോളജി ആൻഡ് ഗുഡ് ജേർണലിസം. അവിടെയാണ് പറഞ്ഞത് ഗുഡ് ജേർണലിസം, നല്ല പത്രപ്രവർത്തകനാവും. ആൻഡ് എസെൻഷ്യൽ ടാലന്റ്, അദ്ദേഹത്തിന്റെ ടാലന്റ്. അദ്ദേഹം ആ സമയത്ത് സോഷ്യോളജി, സാമൂഹികപരമായിട്ട് സാമൂഹ്യശാസ്ത്രം, സൈക്കോളജി എന്ന് വെച്ചാൽ എന്താ? മനഃശാസ്ത്രം, പിന്നെന്താ? നല്ല പത്രപ്രവർത്തനം എന്നിവയിലുള്ള ഒരു അനിവാര്യമായ കഴിവ്, ടാലന്റ് ആർക്കുണ്ട്? ഈ കമ്മ്യൂണിക്കേറ്റർക്ക് ഉണ്ട്. പബ്ലിക് കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്നത് ആരാ? നമ്മുടെ റോളാണ്. പബ്ലിക് റിലേഷനിലെ അവിടെ അവർക്കുള്ള പങ്ക്, കമ്മ്യൂണിക്കേറ്റർ ആയിട്ടും അദ്ദേഹം വർക്ക് ചെയ്യുന്നു എന്നാണ് അവിടെ പറയുന്നത്. അല്ലാണ്ട് കമ്മ്യൂണിക്കേറ്റർ ആണെന്നല്ല. പബ്ലിക് റിലേഷൻ ഓഫീസർ പലതരത്തിൽ, ആദ്യം അഡ്വക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യും, അത് നമ്മൾ പറഞ്ഞു. ഇനി കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണം. അതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണേന്ന് പറയുന്നത്? മനഃശാസ്ത്രവും പിന്നെ സാമൂഹ്യ ശാസ്ത്രം, പിന്നെ നല്ല പത്രപ്രവർത്തകൻ, അതൊക്കെ അദ്ദേഹത്തിനുള്ള കഴിവാണ്. അദ്ദേഹം ആ സമയത്ത് കഴിവ് ഉപയോഗിക്കുകയാണ്. അതാണ് പറഞ്ഞത് ക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഒരു കരകൗശല ആശയവിനിമയത്തിലൂടെയാണ് അദ്ദേഹം ആ ഹോസ്പിറ്റലിനെ കെട്ടിപ്പടുക്കുന്നത്. കമ്മ്യൂണിക്കേഷൻസ് ഔട്ട് ടു ബി ക്ലിയർ, ബ്രീഫ് ആൻഡ് റിലവന്റ് ടു ദ ഓഡിയൻസ്. എന്ന് വെച്ചാൽ എന്താ? നല്ല കാര്യങ്ങൾ ഈ പ്രേക്ഷകന് നല്ല കമ്മ്യൂണിക്കേഷൻസ് ക്ലിയർ ആയിട്ടും പിന്നെന്താ ചുരുക്കത്തിൽ ഹ്രസ്വമായിട്ടും ആൻഡ് റെലവന്റ് ടു ദ ഓഡിയൻസ്, ഓഡിയൻസിന് മനസ്സിലാകുന്ന രീതിയിൽ പ്രേക്ഷകര് പ്രസക്തവുമായ അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ ഓഡിയൻസ് വെച്ചാൽ നമ്മൾ പുറത്തു നിൽക്കുന്ന ഒരു പ്രേക്ഷകര് അവർക്കൊക്കെ നല്ല രീതിയിലാണ് ഇയാളുടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ കാര്യങ്ങളുടെ റോളാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് ഇതിലിങ്ങനെ കമ്മ്യൂണിക്കേറ്റർ ആരാന്ന് നമ്മൾ വേറെ ചിന്തിക്കരുത്. നമ്മളെ ഇവിടെ ആരാ കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയണേ? പബ്ലിക് റിലേഷൻ അതാണ് പറയണത്, അതിൽ റോളാണ് പറയണത്. അപ്പൊ ക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ പോളിസി അണ്ടർലൈൻ ചെയ്യാം. ആ നയം ഉപയോഗിച്ചാണ് അയാൾ ആശയവിനിമയം നടത്തുന്നത്. അതുപോലെ തന്നെ പിന്നെന്താ ന്യൂസ് റിലീസ് ചെയ്യും കമ്പനിക്ക്. മെയിൻ ആയിട്ട് ഇയാൾ ഓരോ കാര്യങ്ങളും കമ്പനിയുടെ നയങ്ങൾ നിയന്ത്രിക്കും. അതുപോലെ തന്നെ എല്ലാ പ്രസ്താവനകളുടെയും വികസനത്തിന് ഡെവലപ്പ് ചെയ്യാനും പിന്നെ അതിന്റെ മേൽനോട്ടം വഹിക്കുകയും പിന്നെന്താ ഈ ആശയവിനിമയങ്ങള്
സോഷ്യോളജി, സൈക്കോളജി, ഗുഡ് ജേർണലിസം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മെയിൻ ആയിട്ട് അദ്ദേഹത്തിന് ഒരു നല്ല ടാലന്റ് ഉണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻസ് ഹൗ ടു ബി നല്ല ക്ലിയർ ആയിട്ടും ബ്രീഫ് ആയിട്ടും റെലവന്റ് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും കമ്മ്യൂണിക്കേറ്റർ പബ്ലിക് റിലേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം സോൾവർ. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് ഈ പബ്ലിക് റിലേഷൻ മാനേജർ എന്തായിരിക്കണേ, അങ്ങനെ എന്താ എഫേർട്ട് ആയിട്ട് ഇരിക്കണേ? ദ പബ്ലിക് റിലേഷൻസ് മാനേജർ ഈസ് ദ അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ. ആ സമയത്ത് അദ്ദേഹം എന്താവും ആ ഡോക്ടർ ആ നേരത്ത് അദ്ദേഹം ഒരു സ്പിൻ ഡോക്ടർ ആയിട്ട് വർക്ക് ചെയ്യും. സ്പിൻ ഡോക്ടർ എന്ന് വെച്ചാൽ എന്താണ്? സ്പിൻ ഡോക്ടർ എന്ന് വെച്ചാൽ എന്താ? ആരെങ്കിലും കമന്റ് ചെയ്യണേ, എന്താ സ്പിൻ ഡോക്ടർ? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ. ആർക്കും കിട്ടിയില്ലേ സ്പിൻ ഡോക്ടർ? എല്ലാവരും കൂടി ഇല്ലേ? ഒന്ന് ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ, നോക്കിയേ എന്താ സ്പിൻ ഡോക്ടറിന്? എന്താന്ന് കിട്ടിയില്ല. എന്താന്ന് വെച്ചാ സ്പിൻ ഡോക്ടർ എന്ന് വെച്ചാ ഒരു സംഭവത്തെ ഒരു പ്രത്യേക വീക്ഷണങ്ങളിൽ നിന്ന് മറ്റുള്ളവർ ഒരു ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം അതിനെ വേറൊരു കോണിൽ നിന്ന് കാണുന്നത്, അതാണ് സ്പിൻ ഡോക്ടർ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട്. ഇതില് സ്പിൻ ഡോക്ടർ എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഒരു സംഭവത്തെ ഒരു പ്രത്യേക വീക്ഷണ കോണിൽ നിന്ന് മറ്റുള്ളവർ എങ്ങനെ വ്യാഖ്യാനിക്കും, അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സ്പെർട്ട് ഉള്ള ഒരു ഡോക്ടറാണ്. അതാണ് പബ്ലിക് റിലേഷൻ മാനേജർ ഈസ് അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ. അത് അണ്ടർലൈൻ ചെയ്തിടാം. പിന്നെന്താ പറഞ്ഞേ? അപ്പൊ നമ്മുടെ ഫസ്റ്റത്തേല് ചീഫ് അഡ്വക്കേറ്റ് ഓഫ് ദ കമ്പനി, രണ്ടാമത് പറഞ്ഞത് ക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ പോളിസി, മൂന്നാമത്തെ പോയിന്റിലാണ് സ്പിൻ ഡോക്ടർ എന്ന് പറയുന്നത്. അപ്പൊ പബ്ലിക് റിലേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഒരു സ്പിൻ ഡോക്ടർ ആയിട്ട് നിന്നിട്ടാണ്. എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? അദ്ദേഹം പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം, ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, അപ്പൊ അത് സോൾവ് ചെയ്യാനായിട്ട് മെയിൻ ആയ ആളെ നമ്മൾ വിളിച്ചു, പബ്ലിക് റിലേഷൻ ഓഫീസർ വന്നു. അതെങ്ങനെ സോൾവ് ചെയ്യാം? എവിടെ നിന്ന് ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആ സംഭവത്തെ ഒരു പ്രത്യേക കോണിൽ നിന്ന് വീക്ഷിച്ചു കൊണ്ടിട്ട് അതിനെതിരെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അതാണ് സ്പിൻ ഡോക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തന്നെ ആ സ്പോട്ടിൽ അറിഞ്ഞ കാര്യത്തെ ചെയ്യണതല്ല, അതിനെ കുറിച്ച് മനസ്സിലാക്കി അത് വേറെ കോണിൽ നിന്ന് അതിനെ കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് പബ്ലിക് റിലേഷൻ മാനേജർ എന്തായിട്ട് മാറും? സ്പിൻ ഡോക്ടർ ആയിട്ട് മാറും. ഇറ്റ് ഈസ് ഹി ഓർ ഷീ ജോബ് ടു പുട്ട് the best face on news and information that could embarrass or defend the company's reputation. എന്താ പറഞ്ഞേ? കമ്പനിയുടെ പേരിന് എന്തെങ്കിലും നാണക്കേട് ഉണ്ടാക്കുന്നതോ അപകീർത്തിപ്പെടുത്തുന്നതോ ആയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ, എന്തെങ്കിലും വാർത്തകളോ വല്ല വിവരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ എന്ന് വെച്ചാൽ കമ്പനിയുടെ പേരിൽ, അതാണ് ഇവിടെ ഡിഫെയിം, embarrasses and defame company reputation എന്ന് വെച്ചാൽ കമ്പനിയുടെ ആ റെപ്യൂട്ടേഷൻ, കമ്പനിയുടെ ആ ഒരു പേരിന്, ഗുഡ് പേര് നമ്മൾ പറയില്ലേ, ആ ഒരു നല്ല പേരിന് എന്തെങ്കിലും നാണക്കേട് ഉണ്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അപകീർത്തിപ്പെടുന്നതോ ആയ എന്തെങ്കിലും വാർത്ത അല്ലെങ്കിൽ എന്തെങ്കിലും വിവരം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെന്താ ഏറ്റവും മികച്ച നല്ല ഒരു ഇത് കൊടുക്കേണ്ടത് എന്താ? ഏറ്റവും മികച്ച ഒരു ബെസ്റ്റ് ഫേസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഉണ്ടായി ആ ഹോസ്പിറ്റലിൽ നല്ല മുഖം, ബെസ്റ്റ് ഫേസ് എന്ന് വെച്ചാൽ എന്താ? നല്ല മുഖം. നല്ല മുഖം എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റലിന്റെ ആ ഒരു അപകീർത്തി മോശപ്പേര് ഉള്ളതായിട്ട് കാണിക്കാതെ നമ്മള് ഒന്നറിയാത്ത കൂട്ട് ആ ഹോസ്പിറ്റൽ നല്ല മുഖത്തോടു കൂടി നിൽക്കാനുള്ള ആ ഒരു കഴിവ് ആർക്കുണ്ട്?
ഈ പബ്ലിക് റിലേഷൻ മാനേജർക്ക് ഉണ്ട്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത്. ഇറ്റ് ഈസ് ഹി അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ഓഫീസർ അല്ലെങ്കിൽ അവനായിരിക്കാം അല്ലെങ്കിൽ അവളായിരിക്കാം. അവരെങ്ങനെ കാണിക്കണേ? ബെസ്റ്റ് ഫേസ്, നല്ല മുഖത്തോടു കൂടി നിൽക്കും. എങ്ങനെ നിൽക്കും? ന്യൂസ് ഇൻഫർമേഷൻ, എന്തെങ്കിലും ചീത്ത ആ ഹോസ്പിറ്റലിനെ കുറിച്ച് ചീത്ത വാർത്ത എന്തെങ്കിലും കേൾക്കും, എന്തെങ്കിലും അപകീർത്തി കേൾക്കും, അതൊന്നും അവരെ ബാധിച്ചിട്ടില്ല, ഞങ്ങൾക്ക് അതൊന്നുമല്ല, അങ്ങനെ നിൽക്കാനുള്ള ഒരു കഴിവ് പബ്ലിക് റിലേഷൻ മാനേജർക്ക് ഉണ്ട്. അതിലാണ് സ്പിൻ ഡോക്ടർ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു സ്പിൻ ഡോക്ടർ ആണ് എന്ന് പറയാൻ കാരണം ഇതുകൊണ്ടാണ്. അയാള് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് മുഖത്ത് കാണിക്കാതെ ബെസ്റ്റ് ഫേസ് ആയിട്ട് നല്ല മുഖത്തോട് കൂടിയിട്ട് ന്യൂസ് ചാനലിന്റെ മുമ്പിലായാലും പത്രക്കാരുടെ മുമ്പിലായാലും അതിന് ഇൻഫർമേഷൻ വന്ന മീഡിയക്കാരുടെ മുമ്പിലായാലും ഇതൊന്നും ബാധിക്കാത്ത രീതിയിൽ നിൽക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ട്. അങ്ങനെയാണ് അയാൾ പ്രോബ്ലം സോൾവ് ചെയ്യണത്. ഓക്കെ, ഈ പ്രോബ്ലം സോൾവിലാണ് ഇത് പറയാൻ കാരണം എന്ന് പറയണത്. പ്രോബ്ലങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെ ഡിഗ്നിറ്റിനെ ബാധിക്കും, നമ്മൾ പറഞ്ഞു റെപ്യൂട്ടേഷനെ ബാധിക്കും, അല്ലെ? അപ്പൊ അത് ഇല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മുടെ പബ്ലിക് റിലേഷൻ ഓഫീസറുണ്ട്. അപ്പൊ അതും ഇതിന്റെ പെട്ട ഒരു റോളാണ്. നമ്മൾ റോളിന്റെ കാര്യം പറയണത്. പങ്ക് പബ്ലിക് റിലേഷൻ ഓഫീസറിന് ഹോസ്പിറ്റലിലുള്ള പങ്ക് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ മെയിൻ ആയ ഒരു പോയിന്റ് അല്ലേ, മെയിൻ ആയ ഒരു പങ്കല്ലേ ഇത്? എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും ഉൾക്കൊള്ളാണ്ട് നല്ല മുഖത്തോടുകൂടി നിൽക്കാന്ന് പറയണത്. നമ്മളാണെങ്കിലോ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, എന്തെങ്കിലും തല്ലും പാടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്ലാസ്സിൽ പോയെങ്കിൽ നമ്മുടെ മുഖം നമുക്ക് ഒരു ഇതുണ്ടാവില്ല. നമുക്ക് എന്തായിരിക്കും? നമ്മുടെ മൈൻഡ് മുഴുവനും വീട്ടിൽ നടന്ന ബഹളത്തിന്റെയും ആ ഒരു ഒച്ചപ്പാടിന്റെ ഒക്കെ ഇതായിരിക്കും. അപ്പൊ നമ്മള് ജോലി സ്ഥലത്ത് പോയാലും നമ്മുടെ മുഖം എന്തായിരിക്കും? നമുക്ക് ആ ഒരു മുഖത്ത് കാണിക്കും. അപ്പൊ തന്നെ നമ്മളോട് കൂടെ ഉള്ളവർ ചോദിക്കും, എന്ത് പറ്റി, എന്താ ഭയങ്കര ഇങ്ങനെ ഇരിക്കുന്നത്, നമ്മളോട് തന്നെ ചോദിക്കും, അല്ലെ? നമ്മുടെ മുഖത്ത് എടുത്ത് കാണിക്കും. പക്ഷെ പബ്ലിക് റിലേഷന് അദ്ദേഹത്തിന് അറിയാം ഹോസ്പിറ്റലിന്റെ ഡിഗ്നിറ്റിനെ ബാധിക്കുന്ന പ്രശ്നമുണ്ട്, പക്ഷെ ഇതൊന്നും കാണിക്കാത്ത രീതിയിൽ നല്ല മുഖത്തോടുകൂടി നിൽക്കും. അതാണ് ഇവിടെ പ്രോബ്ലം സോൾവറിൽ ആ ഒരു പോയിന്റ് പറഞ്ഞത്. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? Often she will be called upon to polish common information into platinum data that gives the company more credit than would normally be due for routine accomplishment. എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പറഞ്ഞു അവൾ അല്ലെങ്കിൽ അവന് മിക്കപ്പോഴും പ്ലാറ്റിനം ഡാറ്റയിലേക്ക് എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ആ കമ്പനിന്റെ ഫോൾഡറിലേക്ക് പൊതുവായ വിവരങ്ങൾ പോളിഷ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. എന്ന് വെച്ചാല് കമ്പനിയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ കോമൺ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഡാറ്റ അതിനെ ബാധിക്കും. കമ്പനിയുടെ മെയിൻ സെർവറിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കും, അപ്പൊ അതിനെ ബാധിക്കും. അപ്പൊ കമ്പനിയുടെ മോർ ക്രെഡിറ്റ്, നല്ല ഒരു ചിലപ്പോ ഡിഗ്നിറ്റി അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ, നേട്ടങ്ങൾ, എന്തെങ്കിലും ക്രെഡിറ്റുകൾ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ബാധിക്കും, അല്ലെ? ഒരുപാട് പേഷ്യൻസ് ഒക്കെ വരുന്ന ഹോസ്പിറ്റലായിരിക്കും, ഒരുപാട് നല്ല ലെവലിൽ പോണ ഹോസ്പിറ്റലായിരിക്കും. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്തിനെ ബാധിക്കാം? ആ കമ്പനിയുടെ ക്രെഡിറ്റിനെ ബാധിക്കും. കാശ് വരുന്നതും ഹോസ്പിറ്റലിൽ വരുന്ന കാര്യങ്ങൾക്കൊക്കെ നേട്ടങ്ങൾക്കും ബാധിക്കും. അപ്പൊ അത് ആ കമ്പനിയുടെ സാധാരണ നേട്ടങ്ങൾ നൽകുന്നതിനേക്കാൾ അതിന് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ നേട്ടത്തിനേക്കാൾ നല്ലത് നമ്മൾ ദാൻ വുഡ് നോർമലി ഡ്യൂ ടു റുട്ടീൻ അക്കംപ്ലിഷൻ, സാധാരണ ലെവലിൽ കൈകാര്യം ചെയ്ത് ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട്, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും? നമ്മുടെ പബ്ലിക് റിലേഷൻ മാനേജർക്ക് പറ്റും. അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, ഒന്നും കൂടി പറയാ. പബ്ലിക് റിലേഷൻ ഓഫീസർ പ്രോബ്ലം സോൾവ് ചെയ്യണത് സ്പിൻ ഡോക്ടർ ആയിട്ടാണ്. ഒരു സാധാരണ മറ്റുള്ള ഇതിൽ നിന്ന് വീക്ഷിച്ച് നോക്കിക്കൊണ്ട് ഒന്നാണ് അത് സോൾവ് ചെയ്യണത്. അതുപോലെ തന്നെ അവൾ അല്ലെങ്കിൽ അവൻ എന്ന് വെച്ചാൽ പബ്ലിക് റിലേഷൻസ് എന്ത് പ്രശ്നം ഉണ്ടായാലും എന്ന് വെച്ചാൽ എംബരാസസ് ഓഫ് ദി ഫെയിം എന്ന് വെച്ചാൽ എന്താ, വല്ല നാണക്കേട് ഉണ്ടാകുന്നതാ, പിന്നെ കമ്പനിക്ക് സൽപ്പേര് അപകീർത്തിപ്പെടുന്നതോ ആയ എന്തെങ്കിലും വിവരങ്ങൾ, ന്യൂസ് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നല്ല മുഖത്തോടുകൂടി ബെസ്റ്റ് ഫേസോടുകൂടി നിൽക്കാനുള്ള ആ ഒരു ജോബാണ് പബ്ലിക് റിലേഷൻ ഓഫീസ് മാനേജർക്കുള്ളത്. പിന്നെ അതുപോലെ തന്നെ പിന്നെന്താ പറഞ്ഞേ, അവൾ ഹി ഓർ ഷീ അല്ലെങ്കിൽ അവരുടെ ജോലി, അവിടെ മെയിനായ കാര്യങ്ങൾ ഡാറ്റയിലോട്ട് പോളിഷ് ചെയ്യാനായിട്ട് ഡാറ്റയിലോട്ട് ആവശ്യപ്പെടുമ്പോൾ അത് കമ്പനിയുടെ സാധാരണ നേട്ടങ്ങൾ, നല്ല നല്ല നേട്ടങ്ങൾ ഉണ്ടായിട്ട് ആ കമ്പനിയുടെ അതിനെ ബാധിക്കുമ്പോൾ കൂടുതൽ ക്രെഡിറ്റ് നൽകാനായിട്ട് കമ്പനിക്ക് പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഈ പ്രോബ്ലം അങ്ങനെ സോൾവ് ചെയ്ത് പോകാൻ പബ്ലിക് റിലേഷൻ മാനേജർക്ക് പറ്റും. അതാണ് അവിടെ പറഞ്ഞത്. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് എന്ന് പറയാനൊന്നുമില്ല. സ്പിൻ ഡോക്ടർ എന്ന് മാത്രം മണ്ഡലം ചെയ്തിട്ട് അത് മാത്രം ഇമ്പോർട്ടന്റ് ഉള്ളൂ. പബ്ലിക് റിലേഷൻ മാനേജർ എന്താ, ഒരു സാധാരണ ലെവലിൽ ഒരു സ്പിൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അത് നിങ്ങൾ പഠിച്ചാൽ മതി. അത്ര ഉള്ളൂ അതിൽ ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ. ബാക്കിയൊന്നുമില്ല. അത് എങ്ങനെയാണ് സ്പിൻ ഡോക്ടർ അവിടെ നിന്നാണ് അത് ഇവിടെ പറയാനുണ്ടല്ല. ബെസ്റ്റ് ഫേസ്, നല്ല മുഖം കാണിച്ചിട്ടാണ്.
ഇത് വരുമ്പോൾ അങ്ങനെ അതോ അങ്ങനെ അതിലെ അണ്ടർലൈൻ ചെയ്യാൻ സ്പിൻ ഡോക്ടർ മാത്രമുള്ളത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ ഒപ്പീനിയൻ മാസ്റ്റർ എന്ന് വെച്ചാൽ എന്താ അഭിപ്രായ മാസ്റ്റർ. ഒപ്പീനിയൻ മാസ്റ്റർ എന്ന് പറയുന്നത് എന്താ അഭിപ്രായമായ നമുക്ക് എന്തെങ്കിലും അവർക്കുള്ള അഭിപ്രായങ്ങൾ എന്താണ് അഭിപ്രായം നോക്കാം. പബ്ലിക് റിലേഷൻ മാനേജർ കൺട്രോൾസ് ഓൾ ഔട്ട്റീച്ച് എഫേർട്സ് എന്ന് വെച്ചാൽ എന്താ പബ്ലിക് റിലേഷൻസിന്റെ മാനേജർ എല്ലാ പുറത്തുനിന്നുള്ള കിട്ടുന്ന ഔട്ട്റീച്ച് ശ്രമങ്ങളെയും നിയന്ത്രിക്കുന്നു. അതാണ് പറഞ്ഞത് പബ്ലിക് റിലേഷൻ മാനേജർ കൺട്രോൾ ചെയ്യുന്നു. എന്താണ് നിയന്ത്രിക്കണേ? ഓൾ ഔട്ട്റീച്ച് എഫേർട്സ് പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ എഫേർട്ട് എടുത്തിട്ട് ആ ഔട്ട്റീച്ചിനെ എല്ലാ ശ്രമങ്ങളെയും നിയന്ത്രിക്കുന്നു. അതെങ്ങനെ നിയന്ത്രിക്കണേ? ഹീസ് അക്കൗണ്ടബിൾ ഫോർ മീഡിയ പ്ലേസ്മെന്റ് ആൻഡ് അറേഞ്ചിങ് ഓർഗനൈസേഷണൽ ഫങ്ഷൻസ് ആൻഡ് ദ എഫേർട്ട് ഓഫ് എക്സിക്യൂട്ടീവ്സ് എന്ന് വെച്ചാൽ എന്താ മാധ്യമ പ്ലാന്റേഷനുകൾ മാധ്യമ പത്രക്കാര് പിന്നെ ഓർഗനൈസേഷണൽ പ്രവർത്തനങ്ങൾ അതൊക്കെ ക്രമീകരിക്കാനായിട്ട് എക്സിക്യൂട്ടീവുകളുടെ ശ്രമങ്ങൾക്കും അദ്ദേഹം ഇങ്ങനെ എന്തുണ്ടായിരിക്കും ഈസ് ആൻ അക്കൗണ്ട് നോക്കട്ടെ ഓക്കെ എന്താ പറഞ്ഞത്? ഒപ്പീനിയൻ മാസ്റ്ററോ എന്താ നോക്കാം. പബ്ലിക് റിലേഷൻ മാനേജർ കൺട്രോൾ ചെയ്യും. എന്താ കൺട്രോൾ ചെയ്യും? ഓൾ ഔട്ട്റീച്ച് എഫേർട്ട് എല്ലാ പുറത്തുനിന്ന് വരുന്ന റീച്ചുകൾ അത് അണ്ടർലൈൻ ചെയ്തിടാം. എന്താണ് അയാൾ നിയന്ത്രിക്കുന്നത്? പബ്ലിക് റിലേഷൻ മാനേജർ ഒപ്പീനിയൻ മാസ്റ്റർ നിയന്ത്രിക്കുന്നത് എല്ലാ ഔട്ട്റീച്ചിന്റെ എഫേർട്ട് എടുത്തിട്ടുള്ള ഔട്ട്റീച്ചുകൾ നിയന്ത്രിക്കുന്നു. അതാണ് പറഞ്ഞ ഔട്ട്റീച്ച് ശ്രമങ്ങളെയും അദ്ദേഹം നിയന്ത്രിക്കും എഫേർട്ട് എടുത്തിട്ട്. ഹീസ് അക്കൗണ്ടബിൾ ഫോർ മീഡിയ പ്ലേസ്മെന്റിനെയും അറേഞ്ച് ചെയ്യും അദ്ദേഹം. മാധ്യമ പ്ലേസ്മെന്റുകളും പിന്നെന്താ ഓർഗനൈസേഷണൽ ഫങ്ഷൻസ് ആ ഓർഗനൈസേഷനിൽ ആ ഒരു ഹോസ്പിറ്റലിലുള്ള പ്രവർത്തനങ്ങൾ ആ ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ പിന്നെന്ത് ചെയ്യണതാ ക്രമീകരിക്കുന്നത് അറേഞ്ച് ചെയ്യുന്നതിന് എന്താ എക്സിക്യൂട്ടീവുകളുടെ ശ്രമങ്ങൾക്കും അദ്ദേഹം എന്ത് ചെയ്യും നന്ദിയുള്ളവനാണ് എന്ന് പറയണം. എന്ന് വെച്ചാൽ അയാളുടെ അഭിപ്രായത്തില് ഒപ്പീനിയൻ ആണ് പറയണത്. അയാൾ എല്ലാവരോടും അയാൾ എങ്ങനെയാണ് മീഡിയ പ്ലേസ്മെന്റ്സിനും ഓർഗനൈസേഷൻ ഫംഗ്ഷൻസിനും ആ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും പിന്നെ മീഡിയക്കാര് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ എല്ലാ പത്രക്കാരും മീഡിയക്കാരൊക്കെ വളയും ഇല്ലേ മീഡിയ പ്ലേസ്മെന്റ് അതിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം എന്താ മെയിൻ ആയിട്ട് എഫേർട്ട് എടുക്കും. അതിന്റെ ആ ഒരു പ്രവർത്തനത്തിന് വേണ്ടി എഫേർട്ട് എടുക്കും. ഹീസ് അക്കൗണ്ടബിൾ എന്ന് വെച്ചാൽ എന്താ അദ്ദേഹം നന്ദിയുള്ളവനാണ്. അദ്ദേഹം അവരോട് കടപ്പെട്ടിരിക്കുന്നു. അത് ഈ മീഡിയ പ്ലേസ്മെന്റിനോടും ഓർഗനൈസേഷൻ ഫംഗ്ഷനും അറേഞ്ച് ചെയ്യുന്ന അദ്ദേഹം എഫേർട്ട് എടുക്കുന്നതിന്റെ ആ ഒരു ഇതിൽ പറഞ്ഞതാണ്. പിന്നെന്താ the it is his duty to decide the executive appropriate for each situation and make sure that person has approved information and statement of hand എന്ന് വെച്ചാൽ എന്താ ഓരോ സാഹചര്യത്തിനും യോജിച്ച എക്സിക്യൂട്ടീവിനെ തീരുമാനിക്കുകയും അതാണ് ഇവിടെ പറഞ്ഞത്. അയാളുടെ ഡ്യൂട്ടി എന്താ അത് അണ്ടർലൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി അവരുടെ ഡ്യൂട്ടി ടു ഡിസൈഡ് തീരുമാനിക്കും എന്താ the executive appropriate for each situation ഓരോ സിറ്റുവേഷനും ഓരോ വരുന്ന സിറ്റുവേഷൻ അനുസരിച്ച് എക്സിക്യൂട്ടീവിനെ അദ്ദേഹത്തിന്റെ ഓരോ സാഹചര്യത്തിനും യോജിച്ച എക്സിക്യൂട്ടീവ് തീരുമാനിക്കുകയും അതുപോലെ തന്നെ ആ തീരുമാനിച്ചിട്ട് ആ വ്യക്തിയുടെ അംഗീകൃത വിവരങ്ങളും പ്രസ്താവനകളും കയ്യിലുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതും ചെയ്യേണ്ടത് ആരുടെ കടമയാണ്? ഈ പബ്ലിക് റിലേഷൻ മാനേജറിന്റെ കടമയാണ്. അപ്പൊ ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി അത് അണ്ടർലൈൻ ചെയ്തിട ഇമ്പോർട്ടന്റ് ആണ്. എന്താ ഡ്യൂട്ടി? ടു ഡിസൈഡ് അദ്ദേഹം തീരുമാനിക്കണം. എക്സിക്യൂട്ടീവ് അപ്രോപ്രിയേറ്റ് ഇഷ്യൂസ് ഓരോ സിറ്റുവേഷനും ഓരോ സാഹചര്യത്തിനനുസരിച്ച് യോജിച്ച എക്സിക്യൂട്ടീവിനെ കണ്ടുപിടിക്കണം. ഓരോ സാഹചര്യത്തിനനുസരിച്ച് യോജിച്ച എക്സിക്യൂട്ടീവിനെ കണ്ടുപിടിക്കുകയും വേണം. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ എന്താ ആ അപ്രൂവ്ഡ് ഇൻഫർമേഷൻ ആൻഡ് സ്റ്റേറ്റ്മെന്റിനാണ് ആ വ്യക്തിയുടെ എല്ലാ വിവരങ്ങളും പിന്നെ സ്റ്റേറ്റ്മെന്റും പ്രസ്താവനകളും എല്ലാ ഇൻഫർമേഷനും പിന്നെ എല്ലാ സ്റ്റേറ്റ്മെന്റും കയ്യിലുണ്ടെന്ന് ഉറപ്പാക്കുകയും
ചെയ്യണം. അത് ആരുടെ കടമയാണ്? പബ്ലിക് റിലേഷൻ മാനേജറിന്റെ കടമയാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ് അണ്ടർലൈൻ ചെയ്യാം. ഇൻ ഹാൻഡ് അവിടെ നിന്നാണെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അതാണ് ഒപ്പീനിയൻ മാസ്റ്റർ എന്ന് പറയുന്നത്. എല്ലാവരും ഇവിടെ ഇല്ലേ? ഇല്ല എല്ലാവരും? ഓക്കെ ഓക്കെ, മനസ്സിലായില്ല? അപ്പൊ ഈ 4 പോയിന്റ് മനസ്സിലായില്ലേ? പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ റോളാണ് പറയുന്നത്. ഞാൻ ചുരുക്കത്തിൽ പറയാം. പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ റോളാണ് പറയുന്നത്. ഫസ്റ്റ് റോൾ അയാൾ അഡ്വക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഫസ്റ്റ് റോൾ അയാൾ എന്ത് ചെയ്യും? അഡ്വക്കേറ്റ് ആവും. അഡ്വക്കേറ്റ് ആവുമ്പോ എന്താ? അവിടെയുള്ള ചീഫ് അഡ്വക്കേറ്റ് ആയിരിക്കും ആ കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റല്. ആ ഹോസ്പിറ്റലിന്റെ ഒരു ചീഫ് അഡ്വക്കേറ്റ് ആയിട്ട് അവിടെ മുഴുവനും അയാള് വർക്ക് ചെയ്യും. പിന്നെ അതുപോലെ എങ്ങനെയാണ് അയാൾ ഇപ്പൊ വർക്ക് ചെയ്യണേ? അയാൾ കോൺസെൻട്രേറ്റ് ചെയ്യും. എല്ലാ എനർജിയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് അയാൾ ആ ഒരു ബിൽഡിങ്, അവിടെ ആ ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്തേക്കുന്നത്. പിന്നെ അയാള് സ്പോക്സ് പേഴ്സൺ, അയാൾ ഒരു വക്താവാണ്. ആ മാനേജ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു വക്താവാണ്. അത് അണ്ടർലൈൻ ചെയ്യാം. മെയിൻ വക്താവ് ആരാണ്? അഡ്വക്കേറ്റ് ആയിട്ട് റോൾ ചെയ്യുന്ന ആള്. അഡ്വക്കേറ്റ് ആയിട്ട് റോൾ ചെയ്യുന്നതാണ്. കമ്മ്യൂണിക്കേറ്റർ എന്ന് ചോദിക്കും, പ്രോബ്ലം സോൾവർ എന്ന് ചോദിക്കും. അപ്പൊ അഡ്വക്കേറ്റ് ആണ്. പബ്ലിക് റിലേഷൻ ഓഫീസർ അഡ്വക്കേറ്റ് ആവുമ്പോഴാണ് ആ കമ്പനിയുടെ മെയിൻ ഒരു വക്താവായിട്ട് മാനേജ്മെന്റിന് തോന്നുന്നത്. പിന്നെ അയാൾ കമ്മ്യൂണിക്കേറ്റർ ആവും. എന്താ? അയാൾ ഒരു ആശയവിനിമയത്തിലൂടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യും. അത് അങ്ങനെ അയാൾ എങ്ങനെ സോൾവ് ചെയ്യണേ? ക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ പോളിസി ഉപയോഗിച്ച് കരകൗശല ആശയവിനിമയത്തിന്റെ നയത്തിലൂടെയാണ് അയാൾ കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് ചെയ്യണത്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോ ഓൾ സ്റ്റേറ്റ്മെന്റ്, ന്യൂസ് റിലീസസ് ആ കമ്പനിയുടെ. പിന്നെ അയാള് സോഷ്യോളജി, സൈക്കോളജി, ഗുഡ് ജേർണലിസം, ആ സമയത്ത് ടാലന്റ്, അതിനൊക്കെ നല്ല ടാലന്റ് ഉണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേറ്റർ ആവണമെങ്കിൽ ഇതിനൊക്കെ ടാലന്റ് ഉണ്ടായിരിക്കണ്ടേ? സോഷ്യോളജി വിഭാഗത്തിലും സൈക്കോളജി വിഭാഗത്തിലും നല്ല ജേർണലിസം അതിന്റെ ഭാഗത്തിലൊക്കെ അയാൾക്ക് നല്ല ടാലന്റ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റർ ആവാൻ പറ്റുള്ളൂ. പിന്നെ കമ്മ്യൂണിക്കേറ്റർ ക്ലിയർ ആയിട്ടിരിക്കണം. പിന്നെ ബ്രീഫ്, ചുരുക്കത്തിൽ പറയണം. ഓഡിയൻസിനൊക്കെ മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം. പിന്നെ ഈ പബ്ലിക് റിലേഷൻ ഓഫീസർ മൂന്നാമത് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് സോൾവർ ആയിട്ട് പ്രവർത്തിക്കും. അയാളുടെ മെയിൻ മൂന്നാമത്തെ റോളാണ് പ്രോബ്ലം സോൾവർ. അയാൾ എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യണേ? സ്പിൻ ഡോക്ടർ ആയിട്ട് മറ്റുള്ളവരിൽ നിന്ന് അവിടെ വേറെ സ്ഥലത്ത് നോക്കി നിന്ന് ആ പ്രശ്നങ്ങളെ അതിജീവിച്ച് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തും. സ്പിൻ ഡോക്ടർ ആയിട്ട്. ആ സ്പിൻ ഡോക്ടർ ആയിട്ട് നമ്മൾ പറഞ്ഞു. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താ? കമ്പനിയുടെ പേരിന് എന്തെങ്കിലും മോശമായ, എന്തെങ്കിലും നാണക്കേട് ഉണ്ടാക്കണ, അപകീർത്തിയായ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വാർത്തകളിൽ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേറ്റർ, ഈ പ്രോബ്ലം സോൾവ് ചെയ്യണ നമ്മുടെ പബ്ലിക് റിലേഷൻ മാനേജർ നല്ല മുഖത്തോടു കൂടി, ബെസ്റ്റ് ഫേസോടു കൂടി എന്ത് ചെയ്യും? നല്ല മുഖം കാണിച്ചിട്ട് വേണം അതിനെ സോൾവ് ചെയ്യാനായിട്ട്, ബെസ്റ്റ് ഇതായിട്ട്. പിന്നെന്താ ചെയ്യാ? പൊതുവായ വിവരങ്ങൾ എന്തെങ്കിലും പോളിഷ് ചെയ്യാനായിട്ട് ആ കമ്പ്യൂട്ടർ ഡാറ്റയിലോട്ട് ചെയ്യാനുണ്ടെങ്കിൽ ആ കമ്പനിയുടെ നേട്ടങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മോർ ക്രെഡിറ്റ് താൻ നോർമലി ഡ്യൂ ടു റുട്ടീൻ അക്കൗണ്ട്സ്, ആ ഡെയിലി ചെയ്യുന്നതിന്റെ കൂടുതൽ ക്രെഡിറ്റ് കിട്ടാനായിട്ട് സാധാരണ നേട്ടങ്ങൾ നൽകുന്നതിനേക്കാൾ നല്ലത് എന്താ? മോർ ക്രെഡിറ്റ്, കൂടുതൽ ക്രെഡിറ്റ് നൽകുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇയാള് പ്രോബ്ലം സോൾവ് ചെയ്യും. നല്ല ക്രെഡിറ്റ് കിട്ടാൻ ഇയാള് അതിൽ നിങ്ങൾ ഇത് മാത്രം ഓർത്താൽ മതി. സ്പിൻ ഡോക്ടർ ആയിട്ട്. ഓക്കെ, സ്പിൻ ഡോക്ടർ ആണ് അയാൾ മെയിൻ ആയിട്ട് അതിൽ ചെയ്യുന്നത്, പ്രോബ്ലം സോൾവറിൽ. പിന്നെ ഒപ്പീനിയൻ മാസ്ട്രോയിൽ മെയിൻ ആയിട്ട് പറയണത് എന്താ? ഇയാള് എന്താ പറയണേ? പുറത്തുനിന്നുള്ള ഔട്ട്റീച്ച് എല്ലാ ശ്രമങ്ങളെയും എഫേർട്ട് എടുത്തിട്ടാണ് ഒപ്പീനിയൻ മാസ്ട്രോയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ മീഡിയ പ്ലേസ്മെന്റും പിന്നെ ഓർഗനൈസേഷൻ ഫങ്ഷൻസും ഹോസ്പിറ്റലിലെ ഈ പ്രൊമോഷനൊക്കെ ക്രമീകരിക്കുന്നു. അത് അറേഞ്ച് ചെയ്യുന്നതിൽ എക്സിക്യൂട്ടീവ്സിന്റെ ശ്രമങ്ങൾക്കും അദ്ദേഹം എന്താ അക്കൗണ്ടബിൾ ആണ്. എന്ന് വെച്ചാൽ നന്ദിയുള്ളവനാണെന്ന് വെച്ചാൽ അതുപോലെയാണ് അയാളുടെ പ്രവർത്തിക്കുന്നത്. അത്രേ ഉള്ളൂ. ഇതിന്റെ ഓരോ അർത്ഥങ്ങളും നമ്മൾ വിചാരിച്ചിങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ യോജിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ ഒപ്പീനിയൻ മാസ്റ്ററുമായിട്ട് അയാൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അല്ലാതെ നമ്മൾ ഈ ഓരോ അർത്ഥവും വെച്ച് നമ്മൾ ഇംഗ്ലീഷ് വായിച്ച് പഠിക്കാൻ നോക്കിയാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ഓരോന്നിനും ഓരോ അർത്ഥം സൂട്ടബിൾ ആവാണ്ടിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഓരോ വ്യക്തിയുടെയും അതിന്റെ ഈ എക്സിക്യൂട്ടീവ് നമ്മൾ പറഞ്ഞില്ലേ, എക്സിക്യൂട്ടീവ്സിന്റെ ടു ഡിസൈഡ് അപ്രോപ്രിയേറ്റ് ടു ഈച്ച് സിറ്റുവേഷൻ. ഓരോ സിറ്റുവേഷനിലും നമ്മൾ മനസ്സിലാക്കണം ഇവരുടെ ഫുൾ ഡ്യൂട്ടി, അവരുടെ ഡ്യൂട്ടി, ടു ഹിസ് ഡ്യൂട്ടി. പബ്ലിക് റിലേഷൻ മാനേജറിന്റെ ഡ്യൂട്ടി എന്താ? എക്സിക്യൂട്ടീവിന്റെ എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലുണ്ട് എന്ന് പ്രസ്താവന, എല്ലാ വിവരങ്ങളും പ്രസ്താവനകളും കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതും ആരുടെ ഡ്യൂട്ടിയാ? ഈ പബ്ലിക് റിലേഷൻ മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. അതാണ് ഒപ്പീനിയൻ മാസ്റ്ററോയിൽ പറയണത്. നിങ്ങൾ ഡ്യൂട്ടികൾ മാത്രം ഓർത്താൽ മതി, ഇമ്പോർട്ടന്റ് ഉള്ള കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി. ചെക്ക് കഴിഞ്ഞ് കുറെ പഠിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ. പബ്ലിക് റിലേഷൻസിന്റെ പ്രവർത്തനങ്ങൾ നോക്കാം. നമുക്ക് ഇന്നത് തീർക്കണം. പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ പ്രവർത്തനങ്ങൾ എന്താ?
പ്ലാനിങ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് കമ്പെയിൻസ്. എന്താ പറഞ്ഞേ? പരസ്യതന്ത്രങ്ങളും പ്രചാരണങ്ങളും ആസൂത്രണം ചെയ്യണം, പ്ലാനും ചെയ്യണം. പബ്ലിസിറ്റി പ്രചാരണം ചെയ്യാൻ വേണ്ടി, സ്ട്രാറ്റജീസ് ആൻഡ് കമ്പെയിൻ എന്ന് വെച്ചാൽ പരസ്യതന്ത്രങ്ങളും പ്രചാരണങ്ങളും. പ്രചാരണം എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ നമ്മൾ, അത് പരസ്യമായിട്ട് ഒന്നുമില്ല മീഡിയ വഴി അല്ലെങ്കിൽ പത്രം വഴി അങ്ങനെ പ്രചരിപ്പിക്കുന്നത് നമ്മൾ പ്ലാൻ ചെയ്യണം. അതാണ് ഒരു ഫങ്ഷൻസ്. പ്ലാൻ ചെയ്യണം. എന്തൊക്കെ? പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് കമ്പെയിൻ. രണ്ടാമത്തെ റൈറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിങ് പ്രസന്റേഷൻസ് ആൻഡ് പ്രസ് റിലീസസ്. എന്താ രണ്ടാമത്തെ പറഞ്ഞത്? അവതരണങ്ങളും പത്രക്കുറിപ്പുകളും എഴുതുകയും അത് നിർമ്മിക്കുകയും ചെയ്യണം. റൈറ്റിംഗ് നമ്മൾ എഴുതണം, പ്രൊഡ്യൂസിങ് നിർമ്മിക്കണം, എന്താ പ്രസന്റേഷൻ ചെയ്യണം, ആൻഡ് പ്രസ് റിലീസസ് പത്രപ്രവർത്തനങ്ങള്. അപ്പൊ അവതരിക്കാൻ വേണം, അവതരണങ്ങളും പത്രക്കുറിപ്പുകൾ എഴുതുകയും അത് നിർമ്മിക്കുകയും വേണം. അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. മൂന്നാമത്തെ ടു ഡീൽ വിത്ത് എൻക്വയറീസ് ഫ്രം ദ പബ്ലിക്, ദ പ്രസ് ആൻഡ് റിലേറ്റഡ് ഓർഗനൈസേഷൻസ്. എന്താ മൂന്നാമത്തെ പറഞ്ഞേ? മൂന്നാമത്തെ പൊതുജനങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ, ബന്ധപ്പെട്ട സംഘടനകൾ എന്നിവയിൽ നിന്നുള്ള അന്വേഷണങ്ങൾ കൈകാര്യം ചെയ്യണം. എന്താ പറഞ്ഞേ? ടു ഡീൽ നമ്മൾ ഡീൽ ചെയ്യണം. എന്താ ഡീൽ ചെയ്യണ്ടേ? എൻക്വയറി അന്വേഷണം, എൻക്വയറി ഫ്രം ദ പബ്ലിക് പബ്ലിക്കിൽ നിന്നുള്ള അന്വേഷണങ്ങള്, അതുപോലെ ദ പ്രസ് അതിനുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയ ഓർഗനൈസേഷൻ, നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അത് കൈകാര്യം ചെയ്യാൻ അറിയണം. ഓക്കെ, അതെല്ലാം കൈകാര്യം ചെയ്യാൻ അറിയണ ആള് മാത്രമേ പബ്ലിക് റിലേഷൻ ഓഫീസർ ആവുള്ളൂ. അദ്ദേഹത്തിന്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ പറയണത്. അപ്പൊ ടു ഡീൽ വിത്ത് എൻക്വയറി ഫ്രം ദ പബ്ലിക്, ദ പ്രസ്, റിലേറ്റഡ് ഓർഗനൈസേഷൻ. നാലാമത്തെ പോയിന്റ് എന്താ? ടു ഓർഗനൈസ് ആൻഡ് അറ്റൻഡ് പ്രൊമോഷണൽ ഇവന്റ്സ് സച്ച് ആസ് പ്രസ് കോൺഫറൻസസ്, ഓപ്പൺ ഡേയ്സ്, എക്സിബിഷൻ, ടൂർ ആൻഡ് വിസിറ്റ്. എന്ന് വെച്ചാൽ എന്താ? പ്രസ് കോൺഫറൻസുകൾ അല്ലെങ്കിൽ ഓപ്പൺ സ്കൂള് അല്ലെങ്കിൽ എക്സിബിഷനുകൾ അല്ലെങ്കിൽ ടൂറുകള് പിന്നെ സന്ദർശനങ്ങള് ഇങ്ങനെ എന്തെങ്കിലും പ്രൊമോഷണൽ സംഘടിപ്പിക്കാനും പങ്കെടുപ്പിക്കാനും കഴിവുണ്ടായിരിക്കണം. അതാ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്യാം, നമ്മള് സംഘടിപ്പിക്കാം. എന്ത് സംഘടിപ്പിക്കണം? എന്തെങ്കിലും പ്രത്യേകം ഇവന്റ്, ഈ പ്രൊമോഷണൽ ഇവന്റ്, എന്തെങ്കിലും പ്രൊമോഷൻ കൊടുക്കണം. ഹോസ്പിറ്റലിൽ 2 കൊല്ലായിട്ട് ഒരു സ്റ്റാഫ് ഇരുന്ന ആ സ്റ്റാഫിന് ഹെഡ് നേഴ്സ് ആയിട്ട് പ്രൊമോഷൻ കൊടുക്കാം. അപ്പൊ അതിനൊരു ഇവന്റ്, ഒരു പ്രൊമോഷൻ കൊടുക്കാം. പിന്നെ പ്രസ് കോൺഫറൻസ് നടത്താം, എന്തെങ്കിലും ഓപ്പൺ ഡേ നടത്താം, ഒരു എക്സിബിഷൻ നടത്താം, ടൂർ നടത്താം, വിസിറ്റ് നടത്താം. ഇതൊക്കെ ചെയ്യേണ്ട പ്രവർത്തനമാർക്കാ? പബ്ലിക് റിലേഷൻ ഓഫീസർക്ക്. നെക്സ്റ്റ്, ടു സ്പീക്ക് പബ്ലിസിറ്റി അറ്റ് ഇന്റർവ്യൂസ്, പ്രസ് കോൺഫറൻസസ് ആൻഡ് പ്രസന്റേഷൻസ്. എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു അഭിമുഖീകരിക്കുക, അഭിമുഖങ്ങളിൽ. ടു സ്പീക്ക് പബ്ലിസിറ്റി, ഇന്റർവ്യൂ, പ്രസ് കോൺഫറൻസ് ഒക്കെ വരൂലേ? ഈ അഭിമുഖങ്ങൾ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ചോദിക്കണത്. അപ്പൊ ഈ അഭിമുഖങ്ങളിലും പത്രസമ്മേളനങ്ങളിലും അവതരണങ്ങളിലൊക്കെ നമ്മൾ പരസ്യമായിട്ട് അങ്ങനെ സംസാരിക്കാൻ കഴിവുണ്ടായിരിക്കണം. അതാ പറഞ്ഞത്. ടു സ്പീക്ക് പബ്ലിസിറ്റി അറ്റ് ഇന്റർവ്യൂസ്, ഇന്റർവ്യൂ ആയാലും ടിവിയിലായാലും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് എന്ത് ചോദിച്ചാലും നമുക്കത് പരസ്യമായിട്ട് സംസാരിക്കാനുള്ള ഒരു ഗട്സ് ഉണ്ടായിരിക്കണം. അതാണ് ഫങ്ഷൻസിന്റെ, പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ നെക്സ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെന്താ? അനലൈസ്. പിന്നെ ടു പ്രൊവൈഡ് ക്ലയന്റ് വിത്ത് ഇൻഫർമേഷൻ അബൌട്ട് ന്യൂ പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് കറന്റ് പ്രീ കമ്പെയിൻസ് പ്രോഗ്രസ്. എന്ന് വെച്ചാൽ എന്താ? പുതിയ പ്രൊമോഷണൽ അവസരത്തെ കുറിച്ചും നിലവിലെ ഫ്രീ കമ്പെയിൻ പുരോഗതിയെ കുറിച്ചും ക്ലയന്റിന് വിവരം കൊടുക്കണം. എന്താ ചെയ്യണ്ടേ? നമ്മൾ ക്ലയന്റ് എന്ന് പറയണത് ഇവിടെ പേഷ്യന്റ് ആണ്. ക്ലയന്റ് എന്ന് പറയണത് ആരാ? പേഷ്യന്റിന് നമ്മൾ വിവരം കൊടുക്കണം. എന്തിനെ കുറിച്ച്? അബൌട്ട് ന്യൂ പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ്. ഈ ഹോസ്പിറ്റലിൽ ക്ലയന്റ് എന്ന് പറയുമ്പോൾ പേഷ്യന്റ് മാത്രമല്ല, ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫ്, അവിടെ വേണ്ടപ്പെട്ടവരൊക്കെ പെടും. അപ്പൊ അവർക്കൊക്കെ പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റി, അവിടുത്തെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ഒരു ക്ലാസ് ഇത് കൊടുക്കുക. പിന്നെ കറന്റ് ബി കമ്പെയിൻ പ്രോഗ്രസ്, ഇവിടെ എന്തെങ്കിലും കമ്പെയിൻ പുരോഗതി ഉണ്ടാവുന്നുണ്ട്, എന്തെങ്കിലും ക്യാമ്പയിൻ ആയിട്ട് ഒരുമിച്ച് ഒരു ചെയ്യും പോലെ, അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെന്നുള്ള കാര്യങ്ങൾക്ക് അവർക്കൊരു ഇൻഫർമേഷൻ, ഒരു അറിവ് നമ്മൾ കൊടുക്കണം. പിന്നെ ടു അനലൈസ് മീഡിയ കവറേജ്, നമ്മൾ എന്താ? മീഡിയ കവറേജ് വിശകലനം ചെയ്യണം, അനലൈസ് ചെയ്യണം. എന്തെങ്കിലും മീഡിയ പരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിഞ്ഞ് വിശകലനം ചെയ്യണം. അതും ഇതിന്റെ ഫംഗ്ഷനിൽ പെടും. പിന്നെന്താ? ടു ലിയൈസ് വിത്ത് ക്ലയൻസ്, മാനേജറിയൽ ആൻഡ് ജേർണലിസ്റ്റ് സ്റ്റാഫ് അബൌട്ട് ബഡ്ജറ്റ്, തീം സ്കെയിൽസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. എന്ന് വെച്ചാൽ എന്താ? ബഡ്ജറ്റ് അല്ലെങ്കിൽ ടൈം സ്കെയിൽ. ബഡ്ജറ്റ്,
അല്ലെങ്കിൽ ടൈം സ്കെയിലുകൾ, ലക്ഷ്യങ്ങൾ എന്നിവയെ കുറിച്ച് ക്ലയന്റുമായും മാനേജറുമായും പത്രപ്രവർത്തകരുമായിട്ട് നമ്മൾ ബന്ധപ്പെടണം. എന്താ പറഞ്ഞേ? ഒന്നുകൂടി പറയാം. നമ്മൾ ടു ലൈസ് എന്ന് വെച്ചാൽ ബന്ധപ്പെടുക, അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക. എങ്ങനെ കോണ്ടാക്ട് ചെയ്യണം? മാനേജറായിട്ട്, പിന്നെ ജേർണലിസ്റ്റിലെ സ്റ്റാഫ്, അവിടുത്തെ പത്രപ്രകാരമായിട്ട്. അബൌട്ട് ബഡ്ജറ്റ്, ടൈം സ്കെയിൽ ആൻഡ് ഒബ്ജക്റ്റീവ്. ഈ ടൈം സ്കെയിലിനെ കുറിച്ച്, ബഡ്ജറ്റിന്റെ ടൈം സ്കെയിൽ, നമ്മുടെ ഹോസ്പിറ്റലിന് എന്തെങ്കിലും മീഡിയക്കാരെ നമ്മുടെ എന്തെങ്കിലും ഇന്റർവ്യൂ ഒക്കെ പിടിക്കാൻ വരുമ്പോ നമ്മൾ എന്ത് പറയും? ഹോസ്പിറ്റലിനെ കുറിച്ചൊക്കെ ഇവര് ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്നറിയാൻ മീഡിയക്കാർ വന്നു എന്ന് വിചാരിക്കാം. നമ്മൾ അവരോട് കറക്റ്റ് പറയാം, ഇതിനോരെ ബഡ്ജറ്റ് ഇത്രയും ബഡ്ജറ്റിലെ പാടുള്ളൂ, ഇതിൽ കൂടുതൽ. ഇത് മീഡിയക്കാരൊക്കെ നമ്മുടെ പരസ്യമൊക്കെ കൊടുക്കണമെങ്കിൽ വെറുതെ കൊടുക്കുവോ? ഇല്ല, നല്ല ക്യാഷ് വേണ്ടി വരും. അപ്പൊ അതിനൊരു ബഡ്ജറ്റ്, പിന്നെ അതിനൊരു ടൈം സ്കെയിൽ, ഇത്രയും ടൈമിനുള്ളിൽ ഇത് നിർത്തണം ഈ പരിപാടി. ഒന്നല്ലെങ്കിൽ ഒരു 1 hour അല്ലെങ്കിൽ 2 hour, അതിനപ്പുറത്തേക്ക് പോകരുത്. അപ്പൊ ഇത്രയും ഉള്ള ടൈം സ്കെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ലക്ഷ്യങ്ങൾ, ഇതെന്തെങ്കിലും കിട്ടുന്ന ഇതിനുള്ള മുൻകൂട്ടി നമ്മൾ കാണാം. നമ്മളല്ല, പബ്ലിക് റിലേഷൻ ഓഫീസർ മുൻകൂട്ടി കാണണം. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ് പറയണത്. അപ്പൊ അങ്ങനെയുള്ള ലക്ഷ്യങ്ങള്, അതിനെ കുറിച്ച് ക്ലയന്റുമായും മാനേജറുമായും, ഈ ഹോസ്പിറ്റലിന്റെ ഒരു മാനേജർ ഉണ്ട് അല്ലെ, പബ്ലിക് റിലേഷൻ ഇതിന് തീരുമാനം എടുക്കാം. പക്ഷെ ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാനായിട്ട് നമുക്കൊരു മാനേജർ ഉണ്ട്. അപ്പൊ ഈ മാനേജറായിട്ട് ക്ലയന്റുമായിട്ടും പിന്നെ നമ്മുടെ ഈ പത്രക്കാരും ഇതെല്ലാം റെഡി ആണോ എന്ന് നമുക്ക് പത്രക്കാരോടും ചോദിക്കാനുള്ള, അവരുമായിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് എല്ലാ കാര്യങ്ങളിലും ഒരു തീരുമാനം എടുക്കുക. അതാണ് ഇവിടെ പറഞ്ഞത്. വിത്ത് ക്ലയൻസ്, മാനേജർ, ജേർണലിസ്റ്റ്, സ്റ്റാഫ്, അബൌട്ട് ബഡ്ജറ്റിനെ കുറിച്ച്, ടൈം സ്കെയിലിനെ കുറിച്ച് ആൻഡ് ഒബ്ജക്റ്റീവ്, അതിനുള്ള ലക്ഷ്യങ്ങളെ കുറിച്ച്, അതിനെക്കുറിച്ചൊക്കെ മാനേജറിനോടും പത്രക്കാരോടും പിന്നെ ക്ലയൻസിനോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് വേണം ഓരോ കാര്യത്തിൽ ബന്ധപ്പെടാനായിട്ട്. അതാണ് ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ പോയിന്റ്സ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഇത് ഇത് കുഴപ്പമില്ലല്ലോ, ഈ പോയിന്റുകൾ പറഞ്ഞതിലൊന്നും കുഴപ്പമില്ലല്ലോ. സമയം ഉണ്ടെങ്കിൽ ആ പോയിന്റ് ഞാൻ ഒന്നും കൂടിയും പറഞ്ഞുതരാം. ഒന്നുമില്ല, ചുമ്മാ വായിച്ചു നോക്കാനുള്ളൂ. കുഴപ്പമില്ലല്ലോ. അടുത്തയിലോട്ട് പൊക്കോട്ടെ. എല്ലാവരും ഇല്ല ഇവിടെ? ഓക്കെ, നെക്സ്റ്റ് എന്താ? അഡീഷണൽ ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻ. അഡീഷണൽ ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻ, അധിക പ്രധാന പരിധികൾ എന്ന് വെച്ചാല് പ്രധാനപ്പെട്ട പരിധികൾ എന്താണെന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ടു ദ പ്രസ് എന്ന് വെച്ചാൽ മാധ്യമങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പത്രക്കാരെ കാര്യം പറഞ്ഞു, പബ്ലിക് റിലേഷൻസിന്റെ ഒരു പ്രവർത്തനത്തിൽ വരുന്നുണ്ട്. മാധ്യമങ്ങളോട് നമ്മൾ നല്ല രീതിയിൽ ബന്ധപ്പെടണം. അവരോട് നമ്മൾ ഇതിന്റെ ടൈം സ്കെയിലിനെ കുറിച്ച്, ബഡ്ജറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പറയണം. അത് ആരോട് ചോദിച്ചിട്ട്? മാനേജർ, അവിടുത്തെ ക്ലയൻസ് അവരോടൊക്കെ അഭിപ്രായപ്പെട്ടതിന് ശേഷം. ഇനി എന്താ പറയണേ? കമ്മ്യൂണിക്കേഷൻ ടു ദ പ്രസ്, മാധ്യമങ്ങളുമായിട്ടുള്ള ആശയവിനിമയം എങ്ങനെയാണെന്ന് നോക്കാം. PR must get to know the local press well. Local press can be hospital's principal helper in this regard. A hostile press can do a lot of harm. If an editor understands the hospital's problem, he can help enormously. എന്ന് വെച്ചാൽ എന്താ? നമുക്കൊന്നൊഴിഞ്ഞ് നോക്കാം. നമ്മൾ പറഞ്ഞു മാധ്യമക്കാരായിട്ട് ആശയവിനിമയം നടത്തണം അല്ലെ, പത്രക്കാരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണം. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കണേ? പബ്ലിക് റിലേഷൻ ഓഫീസർ പ്രാദേശിക മാധ്യമങ്ങളെ നന്നായിട്ട് അറിയണം. ഫസ്റ്റ് തന്നെ വേണ്ടത് എന്താ? മസ്റ്റ് ഗെറ്റ് ടു നൗ ദ ലോക്കൽ പ്രസ്. ആ ഭാഗത്തുള്ള, ആ ഒരു ഏരിയയിലുള്ള ലോക്കൽ പ്രസ്സിലോ മാധ്യമങ്ങളെ കുറിച്ച് നന്നായിട്ട് വിവരങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെന്താ? ലോക്കൽ പ്രസ് ക്യാൻ ബി ഹോസ്പിറ്റൽ പ്രിൻസിപ്പൽ ഹെൽപ്പർ ദിസ് റിഗാർഡ്. എന്ന് വെച്ചാൽ എന്താ? ഈ പ്രാദേശിക മാധ്യമങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുള്ള, വീടിന് ചുറ്റും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആ ഒരു ഏരിയയിലുള്ളത്, ഹോസ്പിറ്റലിന്റെ അടുത്ത് ആ ഒരു ഏരിയയിലുള്ള ലോക്കൽ പ്രസിനെയാണ് നമ്മൾ പ്രാദേശിക മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. ഈ പ്രാദേശിക മാധ്യമങ്ങള് ഹോസ്പിറ്റലിന് എന്തായിരിക്കും? ഇവരെ പ്രിൻസിപ്പൽ ഹെൽപ്പ് എന്ന് വെച്ചാൽ തത്വസഹായി, അവരെ ഒരേ കാര്യത്തിനും സഹായിക്കുന്നവരായിരിക്കണം അല്ലെ. അവരെ കുറിച്ച് ആദ്യം നല്ലതറിയണം. അതുപോലെ തന്നെ ലോക്കൽ പ്രസ് ക്യാൻ ബി ഹോസ്പിറ്റലിന്റെ പ്രിൻസിപ്പൽ ഹെൽപ്പർ എന്ന് വെച്ചാൽ തത്വസഹായി എന്ന് വെച്ചാൽ എല്ലാ തരത്തിലും അവരെ സഹായിക്കുന്നവരായിരിക്കണം. എ ഹോസ്റ്റൈൽ പ്രസ് ക്യാൻ എ ലോട്ട് ഓഫ് ഹാം എന്ന് വെച്ചാൽ എന്താ? ഒരു ശത്രുപരമായ പ്രസ് ഒരുപാട് ദോഷം ചെയ്യും. നമ്മൾ അവരോട് നല്ല രീതിയിൽ കോണ്ടാക്ട് ചെയ്ത് അവരെ നമ്മൾ കയ്യിലെടുക്കാൻ പഠിക്കുക. നമ്മളല്ല പബ്ലിക് റിലേഷൻ ഓഫീസർ, അവരെ കടമയാണ്. നമ്മൾ പറഞ്ഞു അവരെ ഫംഗ്ഷനിൽ പെടുന്ന ആള്. അപ്പൊ അവരെ നല്ല രീതിയിൽ, അവരെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ, അവരെ പിണക്കി കഴിഞ്ഞാൽ എ ഹോസ്റ്റൈൽ പ്രസ് ക്യാൻ എ ലോട്ട് ഓഫ് ഹാം
അല്ലേ? അവരെ നമ്മൾ എന്തെങ്കിലും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഒരു ശത്രുപരമായിട്ടല്ലേ നമ്മളെ കാണുള്ളൂ. അപ്പൊ അതില്ലാതെ ശത്രുപരമായ ഒരു പ്രസ് നമുക്ക് ഒരുപാട് ദോഷം ചെയ്യും. അങ്ങനെ ഇല്ലാതെ അവരെ നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് കഴിയണം. ഇഫ് എൻ എഡിറ്റർ അണ്ടർസ്റ്റാൻഡ് ദ ഹോസ്റ്റൈൽ പ്രോബ്ലം ഹി ക്യാൻ ഹെൽപ്പ് എനോർമസ്ലി. എന്ന് വെച്ചാൽ എന്താ? ഹോസ്പിറ്റൽ ഒരു എഡിറ്റർ എന്ന നിലയിൽ ഹോസ്പിറ്റലിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന് വളരെയധികം അതെന്താകും? ഹി ക്യാൻ ഹെൽപ്പ് എനോർമസ്ലി. അദ്ദേഹത്തിന് വളരെയധികം അത് സഹായമാകും. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഒന്നുമില്ല ഇതിൽ പറഞ്ഞത് അഡീഷണൽ ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻ. നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യണം? ഒരു പരിഗണന കൊടുക്കുകയാണ്. അത് കമ്മ്യൂണിക്കേഷൻ ടു ദ പ്രസ്, മാധ്യമ പ്രവർത്തനങ്ങളോട്. അതെങ്ങനെ കൊടുക്കാം? നമ്മുടെ അടുത്തൊക്കെ ഒരു ലോക്കൽ പ്രസ് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ കയ്യിലെടുക്കാം. അവരോട് നല്ല രീതിയിൽ സംസാരിച്ച് അവരെ കയ്യിലെടുത്ത് അവരെ ഹോസ്പിറ്റലിന്റെ പ്രിൻസിപ്പിൾസ് തത്വങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ നല്ല രീതിയിൽ എടുക്കാം. അതല്ല നല്ല രീതിയിൽ എടുത്തില്ല, അവരെ ദോഷമായിട്ടാണ് കണ്ടതെങ്കിൽ അത് നമുക്ക് ഒരുപാട് എന്ത് ചെയ്യും? ദോഷം ചെയ്യും. ശത്രുവായിട്ടാണ് നമ്മൾ അവരെ കാണുന്നെങ്കിൽ അവര് നമ്മളോട് ദോഷം ചെയ്യും. പിന്നെ അവരെ കുറിച്ച് അവരെ പ്രോബ്ലങ്ങൾ നമ്മൾ മനസ്സിലാക്കാം. ഒരു എഡിറ്റർ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടുത്തെ പ്രോബ്ലംസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെയധികം അതൊരു സഹായമായിരിക്കും, അല്ലെ? അതിലാണ് കമ്മ്യൂണിക്കേഷൻ ടു ദ പ്രസിന്റെ ആ പോയിന്റ് പറയണത്. നെക്സ്റ്റ് എന്താ? when something has gone seriously wrong and consequence may be of public concern, legitimate information must be volunteered as early as possible. എന്താ പറഞ്ഞേ? ഫസ്റ്റ് തന്നെ എന്തെങ്കിലും ഗുരുതരമായ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അനന്തഫലങ്ങൾ പൊതുവാശയങ്ങൾ ഉണ്ടാകും. എന്ന് വെച്ചാൽ when something has gone seriously wrong, എന്തെങ്കിലും തെറ്റ് ഈ പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് അബദ്ധവശാൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് എന്ന് വെച്ചാൽ എന്താ? അതിന്റെ അനന്തരഫലങ്ങൾ എന്തുണ്ടാവും? മേ ബി പബ്ലിക് കൺസേൺ. അത് പൊതു ആശങ്ക ഉണ്ടായേക്കാം. പബ്ലിക്കിന്, പൊതുജനങ്ങളില് ഒരു ആശങ്ക ഉണ്ടായേക്കാം. ഓക്കെ, പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് എന്തെങ്കിലും ഒരു തെറ്റു പറ്റിയാൽ when something has gone seriously wrong, എന്തെങ്കിലും തെറ്റു പറ്റിയാൽ അതിന്റെ പരിണിത ഫലം ആർക്കാ ബാധിക്കണേ? പബ്ലിക്കിന്. ആർക്കാണ്? പബ്ലിക്കിന് പൊതു ആശങ്കയിൽ ഉണ്ടാവാം. പിന്നെന്താ? ലെജിറ്റിമേറ്റ് ഇൻഫർമേഷൻ എന്ന് വെച്ച് പറഞ്ഞാൽ ഈ നിയമാനുസൃതമായ വിവരങ്ങൾ എത്രയും വേഗം നമ്മൾ എന്ത് ചെയ്യണം? ലെജിറ്റിമേറ്റ് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ നിയമപരമായ വിവരങ്ങൾ, അല്ലെ? ഇപ്പൊ നിയമപരമായ വിവരങ്ങൾ എന്ന് ഹോസ്പിറ്റലിന്റെ നിയമങ്ങൾ കൂടാതെ നിയമപരമായ സാങ്ഷൻ, നമുക്കൊരു ഹോസ്പിറ്റലിനൊക്കെ ഒരുപാട് എയ്ഡഡ് ആയാലും അൺഎയ്ഡഡ് ആയാലും ഹോസ്പിറ്റലിനൊക്കെ ഒരുപാട് സാങ്ഷൻ വേണം. അപ്പൊ നിയമപരമായ കാര്യങ്ങളുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ മസ്റ്റ് ബി വളണ്ടിയേഴ്സ് ആസ് ഏർലി ആസ് പോസിബിൾ എന്നുള്ള അത്രയുള്ള കാര്യങ്ങൾ വളണ്ടിയേഴ്സിന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവിടെ ഹോസ്പിറ്റലിലെ വളണ്ടിയേഴ്സിന് ഇങ്ങനത്തെ നിയമപരമായ ലെജിറ്റിമേറ്റ് ആയ ഇൻഫർമേഷൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. Clearance of all material intended for release must be controlled by the chief of PR. എന്ന് വെച്ചാൽ എന്താ? റിലീസ് ആയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയലുടെയും ക്ലിയറൻസ് പബ്ലിക് റിലേഷൻ മേധാവിയുടെ നിയന്ത്രണത്തിലായിരിക്കണം. അപ്പൊ ക്ലിയറൻസ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയലുകളും റിലീസ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയലും എന്തായിരിക്കും? ആരുടെ കീഴിലായിരിക്കണം? ആരുടെ കൺട്രോളിലായിരിക്കണം? പബ്ലിക് റിലേഷൻ ഓഫീസറുടെ കൺട്രോളിലായിരിക്കണം. The material should be put on format released in a manner calculated to benefit the hospital. മെറ്റീരിയൽ ഒരു ഫോർമാറ്റിൽ ഇടുകയും ആ ഹോസ്പിറ്റലിന് പ്രയോജനം ചെയ്യുന്ന കാര്യത്തിൽ അത് കണക്കാക്കുകയും വേണം. ഓക്കെ, അപ്പൊ എന്താ ഫസ്റ്റ് പറഞ്ഞേ? റിലീസ് ആയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയലുടെയും ക്ലിയറൻസ് പബ്ലിക് റിലേഷൻ മേധാവിയുടെ നിയന്ത്രണത്തിൽ കൺട്രോൾഡ് ആയിരിക്കണം. അതുപോലെ തന്നെ മെറ്റീരിയൽ ഷുഡ് ബി പുട്ട്, എല്ലാ മെറ്റീരിയലും എവിടെ ഇടണം? ഫോർമാറ്റ് ആൻഡ് റിലീസ് മാനർ എന്ന് വെച്ചാൽ മെറ്റീരിയൽ ഒരു ഫോർമാറ്റിൽ ഇടുകയും ഹോസ്പിറ്റലിന് പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ അത് കണക്കാക്കി വിടുകയും വേണം. അതാണ് അവിടെ പോയിന്റ് പറഞ്ഞത്. അതിലൊന്നും വലിയ ഇമ്പോർട്ടന്റ് ഇല്ല, വെറുതെ വായിച്ചിരുന്നാൽ മതി. ഇത് മാത്രം ഓർത്താൽ മതി. ലെജിറ്റിമേറ്റ് ഇൻഫർമേഷൻ മസ്റ്റ് ബി ആർക്കാ കൊടുക്കണ്ടേ? വളണ്ടിയേഴ്സിന്. പിന്നെ വളണ്ടിയേഴ്സിന് നമ്മൾ ലെജിറ്റിമേറ്റ് അത് അവിടെ ഇവിടെ തിരിച്ചു ചോദിക്കാം, അത് അണ്ടർലൈൻ ചെയ്യാം. ലെജിറ്റിമേറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താ? ലെജിറ്റിമേറ്റ്? നിയമാനുസൃതമായ വിവരങ്ങള്. അത് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യാം. എല്ലാവരും ഇല്ലേ? അണ്ടർലൈൻ ചെയ്തില്ലേ? ഇല്ലേ? നോ റെസ്പോൺസ്. ഓക്കെ,
നെക്സ്റ്റ് അപ്പൊ ആ പോയിന്റ് കഴിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കണ്ടീഷൻ ഓഫ് ഹോസ്പിറ്റൽ പേഷ്യൻസ് എസ്പെഷ്യലി VIPs ആൻഡ് വെരി സീരിയസ് പേഷ്യൻസ് ഷുഡ് ബി ഗാർഡഡ് ആൻഡ് പ്രിഫറബിളി ഗവേർഡ് ബൈ എൻ അപ്രൂവൽ കോഡ്. എന്താ? ഹോസ്പിറ്റൽ രോഗികളെ, പ്രത്യേകിച്ച് VIPകളെ, ഹോസ്പിറ്റൽ രോഗി അല്ലെങ്കിൽ VIPകളുടെയും വളരെ ഗുരുതരമായ രോഗികളുടെയും അവസ്ഥ സംബന്ധിച്ച വിവരങ്ങൾ ഒരു അംഗീകാര കോഡ് മുഖേന സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും വേണം. എങ്ങനെയാണ്? ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കണ്ടീഷൻ ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പേഷ്യൻസിന്റെ കണ്ടീഷൻസ്, എങ്ങനെയുള്ള പേഷ്യൻസാ? ഒന്നല്ലെങ്കിൽ പേഷ്യൻസ് രോഗികള്, ഗുരുതരമായ രോഗികളുടെ അവസ്ഥ വെച്ച്, അല്ലെങ്കിൽ VIPകള് അല്ലെ, അല്ലെങ്കിൽ VIPകളുടെയോ അല്ലെങ്കിൽ ഗുരുതരമായ രോഗികളുടെ അവസ്ഥയോ അല്ലെങ്കിൽ അതുമായിട്ട് സംബന്ധിച്ച വിവരങ്ങൾ, VIPയുടെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഗുരുതരമായ അവസ്ഥകൾ സംബന്ധിച്ച വിവരങ്ങള് ഒരു അംഗീകാര കോഡ് വെച്ച്, എന്തെങ്കിലും ഒരു അപ്രൂവലായ കോഡ് വെച്ചിട്ട് നമ്മൾ അത് സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും വേണം. ഓക്കെ അല്ലേ? എന്ത് വേണം? ഒരു അംഗീകാര കോഡ് വെച്ച്, ഒരു പ്രധാനപ്പെട്ട അപ്രൂവലായ കോഡ് വെച്ചിട്ട് നമ്മൾ അത് ഗവൺമെന്റിന്റെ അംഗീകാര കോഡ് എന്തിന്റെ വേണം? ഗവൺമെന്റിന്റെ, VIPയുടെ ആണ് അല്ലെ? വല്ല VIPക്കാരെന്ന് പറയുമ്പോൾ വല്ല എന്തെങ്കിലും VIP വന്നു, ഭയങ്കര സീരിയസ് ആയ പേഷ്യന്റ് ആണ്, എന്താ നാളെ സംഭവിക്കാന്നുള്ളത്, അങ്ങനെയുള്ള കേസൊക്കെ നാളെ അത് നിയമ കേസാവും, ലെജിറ്റിമേറ്റ് ആവും ഇല്ലേ? അങ്ങനെ വരുന്ന കേസുകൾ, അങ്ങനെയൊക്കെ കഴിയുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ഒരു അപ്രൂവൽ കോഡ്, ഒരു അംഗീകാര കോഡ് വെച്ച് അതിനെ സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും വേണം. ഒരു അംഗീകാര കോഡ് വെച്ച് അതിനെ സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും വേണം. നെക്സ്റ്റ് എന്താ? ഇന്റർവ്യൂസ് ഓഫ് പേഷ്യൻസ് ബൈ ദ പ്രസ് or taking their photographs should only be permitted if the patient or his or her relatives consent and if it is the hospital interest. എന്താ പറഞ്ഞേ? രോഗിയുടെയോ അല്ലെങ്കിൽ അവന്റെ അല്ലെങ്കിൽ അവളുടെ ബന്ധുക്കളുടെയോ സമ്മതമുണ്ടെങ്കിൽ, അത് ഹോസ്പിറ്റലിന് താല്പര്യമാണെങ്കിൽ മാത്രമേ പത്രങ്ങൾ മുഖേന രോഗികളുടെ അഭിമുഖങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ കാണിക്കാൻ പാടുള്ളൂ അല്ലെ? ഒന്നുകൂടി പറയാം. എന്താ പറഞ്ഞേ? ഇന്റർവ്യൂസ് ഓഫ് പേഷ്യൻസ്, ഒരു പേഷ്യന്റിന്റെ ഇന്റർവ്യൂ എടുക്കണം പ്രസ്സിന്, ആർക്കാ? പത്രക്കാർക്ക്. അപ്പൊ നമ്മൾ ടേക്കിംഗ് ദയർ ഫോട്ടോഗ്രാഫ് ഷുഡ് ഓൺലി ബി പെർമിറ്റഡ്. നമുക്കപ്പൊ അവരുടെ ഒരു പേഷ്യന്റിന്റെ ഫോട്ടോ എടുക്കണമെങ്കിൽ ആരുടെ പെർമിഷൻ വേണം? ആ പേഷ്യൻസിന്റെ പെർമിറ്റ് വേണം. പേഷ്യൻസിന്റെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന്റെ കൺസെന്റ് വേണം, അല്ലെങ്കിൽ നമുക്ക് ആ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ കാര്യങ്ങള് നോക്കണം. അതാ പറഞ്ഞ ഒരു രോഗിയുടെയോ പേഷ്യന്റിന്റെയോ ഒരു രോഗിയുടെയോ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ എടുക്കണമെങ്കിൽ ആ രോഗിയുടെ അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സിന്റെ കൺസെന്റ് വേണം. അതാണ് അവിടെ പറഞ്ഞത്. അല്ലാതെ ഫോട്ടോ എടുക്കാൻ പാടില്ല. ഓക്കെ, ആ പോയിന്റ് ആണ് അവിടെ പറഞ്ഞത്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് എന്താ? മെഡിക്കൽ ഇൻഫർമേഷൻ ആൻഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് പേഷ്യൻസ്. രോഗികളെ സംബന്ധിച്ച മെഡിക്കൽ വിവരങ്ങൾ അല്ലെങ്കിൽ വിവരണങ്ങൾ, ഹോസ്പിറ്റലിലെ ആ രോഗികളെ മെഡിക്കൽ ഇൻഫർമേഷൻ എന്താ? എനി മെഡിക്കൽ സ്റ്റാഫ് ഇൻഫർമേഷൻ ഫോർ പബ്ലിക് കൺസംപ്ഷൻ ഷുഡ് ബി ക്ലിയർഡ് ബൈ ദ പബ്ലിക് റിലേഷൻ. ക്ലിയർഡ് ബൈ പബ്ലിക് റിലേഷൻ എന്ന് വെച്ചാൽ എന്താ? എനി മെഡിക്കൽ സ്റ്റാഫ് ഇൻഫർമേഷൻ ഫോർ പബ്ലിക് കൺസംപ്ഷൻ ഷുഡ് ബി ക്ലിയർഡ് ബൈ പബ്ലിക് എന്ന് വെച്ചാൽ എന്താ? പൊതുകാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും മെഡിക്കൽ സ്റ്റാഫിന് വിവരങ്ങള് PROക്ക് ക്ലിയർ ചെയ്യാം, പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ക്ലിയർ ചെയ്യാം. എനി മെഡിക്കൽ സ്റ്റാഫ്, ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റാഫിന്റെ ഇൻഫർമേഷൻസ്, ഓക്കെ, ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റാഫിന്റെ ഇൻഫർമേഷൻസ് ഫോർ പബ്ലിക്, പൊതുവായിട്ട് എന്താ ആർക്ക് ക്ലിയർ ചെയ്യാം? പബ്ലിക് റിലേഷൻ ഓഫീസർക്ക്. ഷുഡ് ബി ക്ലിയർഡ്, ആര് ക്ലിയർ ചെയ്യും? ബൈ പബ്ലിക് റിലേഷൻ, പബ്ലിക് റിലേഷൻസിനെ ക്ലിയർ ചെയ്യാം. അത് അണ്ടർലൈൻ ചെയ്യാം. മെഡിക്കൽ സ്റ്റാഫിന്റെ ഇൻഫർമേഷൻ ആർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും? പബ്ലിക് റിലേഷൻസിന് ക്ലിയർ ചെയ്യാം, അണ്ടർലൈൻ ചെയ്യാം. നെക്സ്റ്റ് എന്താ? നോ പേഷ്യന്റ് ഇൻഫർമേഷൻ ഷുഡ് ബി റിലീസ്ഡ് വിത്തൗട്ട് എ സൈൻഡ് ഇൻഫോംഡ് കൺസെന്റ് ഓഫ് ദ സെയിം. രോഗിയുടെ ഒരു വിവരവും ഒപ്പിട്ട സമ്മതമില്ലാതെ പുറത്തുവിടാൻ പാടില്ല. ഓക്കെ, നമ്മളിത് മുന്നേ പറഞ്ഞു, പത്രക്കാർക്ക് കൺസെന്റ് വേണം, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല എന്നല്ലേ? അതുപോലെ തന്നെ നോ പേഷ്യന്റ് ഇൻഫർമേഷൻ ഷുഡ് ബി റിലീസ്ഡ് വിത്തൗട്ട് എ സൈൻ ഇൻഫോംഡ് കൺസെന്റ് ഓഫ് ദ സെയിം. വെച്ചാല് രോഗിയുടെ ഒരു വിവരവും ഒപ്പില്ലാതെ, ഒപ്പിടണം, ഒപ്പിട്ട് സമ്മതമില്ലാതെ പുറത്തുവിടാൻ പാടില്ല.
All questions about hospital operations and its patient should be cleared by Chief Public Relations for being published publicly. എന്താ വെച്ചാൽ എന്താ, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളും രോഗിയെ കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങളും പരസ്യമായി പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ചീഫ് പബ്ലിക് റിലേഷൻ ക്ലിയർ ചെയ്യണം. നമ്മൾ മുന്നേ പറഞ്ഞു പബ്ലിക് റിലേഷൻസ് ഒരു നഴ്സിന്റെ ആയാലും ഒരു മെഡിക്കൽ സ്റ്റാഫ് ആരുടെ വേണമെങ്കിലും ആയിക്കോട്ടെ, അവരെ ഫുൾ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് സമ്മതമാണ്, അത് സമ്മതമുള്ളൂ. അതുപോലെ തന്നെ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസ് ആയാലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ട് ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളെ കുറിച്ച്, രോഗങ്ങളെ കുറിച്ച്, രോഗിയെ കുറിച്ച്, പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറെ കുറിച്ച്, അങ്ങനെ എന്തെങ്കിലും പരസ്യമായിട്ട് പ്രസിദ്ധീകരിക്കണം. പരസ്യമായിട്ട് എല്ലാവരോടും പറയണം. അങ്ങനെ വേണമെങ്കിൽ അറിവ് വേണം. അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് പബ്ലിക് റിലേഷൻ ഓഫീസറെ, ചീഫ് പബ്ലിക് റിലേഷൻ ഓഫീസറിനെ ക്ലിയർ ചെയ്യണം. അവരോട് നല്ലോണം ചോദിച്ച് ക്ലിയർ ആക്കിയിട്ട് വേണം നമ്മൾ ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ നമ്മുടെ. അപ്പൊ ഈ പാഠം പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞ പാഠം നമ്മുടെ തീർന്നു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്റർ തുടങ്ങും. അതാണ്, എല്ലാവരും ഇല്ലേ ഇവിടെ? ഞാൻ മ്യൂട്ട് ഓൺ ആക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും, നമ്മുടെ ക്ലാസ് കഴിഞ്ഞു, നമ്മുടെ ഈ ചാപ്റ്റർ ഇന്നത്തോടുകൂടി തീർന്നു. നെക്സ്റ്റ് വരുമ്പോൾ എല്ലാവരും അടുത്ത ക്ലാസ്സിൽ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കൊണ്ടുവരാം. ചാപ്റ്റർ 5 എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, പുതിയ ചാപ്റ്റർ ആണ്, നമ്മൾ അടുത്ത ക്ലാസ്സിൽ തുടങ്ങും. നിങ്ങളുടെ ക്ലാസ്സും തീരാനായി, നമുക്ക് വേഗം ചാപ്റ്റർ തീർക്കണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണം ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ചാപ്റ്റർ 38 ആണല്ലേ പബ്ലിക് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. ചാപ്റ്റർ 38 ആണ്. അപ്പൊ എല്ലാവരെയും ബുക്കില്ലേ, ടെക്സ്റ്റ് ഇല്ല എല്ലാവരുടെ കയ്യിലും. എക്സാം ആവാനായി, ഇനി ടെക്സ്റ്റ് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പൊ എല്ലാവരും ബുക്കും ടെക്സ്റ്റും ഒക്കെ എടുക്കുക. PDF ഉള്ളവര്. അപ്പൊ അടുത്ത ക്ലാസ്സിന് നമുക്ക് ചൊവ്വാഴ്ച ആയിരിക്കും. ചൊവ്വാഴ്ച വരുമ്പോൾ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസിന്റെ ചാപ്റ്റർ ഒക്കെ റെഡിയാക്കി കൊണ്ടുവരാം. ഓക്കെ ഓക്കെ, എന്നാ താങ്ക് യു. ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ? ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. ഒന്നും ചോദിക്കാനില്ല എല്ലാവർക്കും? ഇല്ല.